ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരാളുടെ നീതി കെട്ടേണ്ടത്. മരണശേഷം എത്ര വലിയ ആചാരവെടികൾ മുടക്കിയാലും ആ മനുഷ്യനറിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ ആറ്റുനോറ്റ് B.Ed പഠിച്ചു, അല്ലെങ്കിൽ അധ്യാപികയാകാനുള്ള കോഴ്സ് പഠിച്ച് ഒരു സ്കൂളിൽ ജോലിക്ക് ചേർന്നു, വർഷങ്ങളായി പഠിപ്പിച്ചു. 5 നയാ പൈസ ശമ്പളം കൊടുത്തില്ല, കാരണം നിയമനം അംഗീകരിച്ചില്ല. ഒടുവിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ അവർ പ്രാണൻ സ്വയം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിയമന ഉത്തരവ്. കേരളത്തിലെ വിചിത്രമായ നമ്പർ 1 കേരളത്തിലെ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. കണ്ടായിരുന്നോ? അതെ, കോഴിക്കോട്ട് താമരശ്ശേരിയിലാണ് ഇത് നടന്നത്. അലീന ബെന്നി എന്ന് പറയുന്ന യുവതി, അവർ 25-ാം വയസ്സിൽ അവർ അവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ LP സ്കൂളിൽ അധ്യാപികയായി ചേർന്നു. കഴിഞ്ഞ 5 വർഷം അവർ ജോലി ചെയ്തു. ഒരു പൈസ ശമ്പളം അതിനകത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നെങ്കിലും ഇത് സ്ഥിരപ്പെടുത്തും, ജോലിയാകും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ അനേകം പേർ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ശമ്പളം ഇല്ലെങ്കിലും എന്നെങ്കിലും ഇത് ശരിപ്പെടും എന്ന പ്രതീക്ഷയിൽ. ഗവൺമെൻറ് സാങ്ഷൻ ചെയ്യത്തില്ല പോസ്റ്റ്. ജോലി ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത്രയും ഫ്രീ സർവീസ് കിട്ടുമല്ലോ. പിന്നെ ആ മാനേജ്മെൻറ്റിന് വല്ല കാരുണ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കപ്പിച്ചാൽ കൊടുക്കും. അത് വണ്ടിക്കൂലിക്ക് പോലും തികയില്ല. ഈ കുട്ടിക്ക് അതും കിട്ടിയില്ല. താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന LP സ്കൂളാണിത്. അവർ 5 വർഷം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ മേൽക്കീഴ് ഉദ്യോഗസ്ഥന്മാരെയും സമീപിച്ചു, രാഷ്ട്രീയക്കാരെയും സമീപിച്ചു. ഇവരുടെ സങ്കടത്തിന് അറുതിയില്ലാതെ വന്നപ്പോൾ അവർ കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി ആത്മഹത്യ ചെയ്തു. സ്വയം അവസാനിപ്പിച്ചു. നമ്മുടെ വ്യവസ്ഥയോടും നമ്മുടെ നീതിരഹിതമായ സമൂഹത്തോടും ഭരണകൂടത്തോടും ഒരു വെല്ലുവിളി എന്ന നിലയിൽ അവർ സ്വയം. പരട്ട രാഷ്ട്രീയക്കാരന് PSC മെമ്പറായി 29 PSC മെമ്പർമാർക്ക് 2.5 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം കിട്ടുന്ന നാടാണ്. രാഷ്ട്രീയക്കാരൻ്റെ പെട്ടി പിടിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ജീവിതകാല അവസാനം വരെ പെൻഷൻ കിട്ടുന്ന നാട്ടിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ ചെയ്ത് 5 വർഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെ ഇനി ജീവിക്കുമെന്നറിയാതെ ഒരു പാവം പെൺകുട്ടി, ഒരു പാവം ക്രിസ്ത്യാനി പെൺകുട്ടി, ഞാൻ അങ്ങനെ തന്നെ പറയും, ക്രിസ്ത്യാനിയല്ല, വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പണ്ടേ കിട്ടിയനെ. അത് നമ്മൾ ആലോചിക്കേണ്ട സാമൂഹിക വിഷയമാണ്. അലീന എന്ന് പറയുന്ന കുട്ടിക്ക് ആ താമരശ്ശേരി രൂപതയുടെ സ്കൂളിൽ നീതി കിട്ടിയില്ല. അല്ല, അതിന് രൂപതയല്ല ശമ്പളം കൊടുക്കേണ്ടത്, അല്ല, അത് എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ ഗവൺമെൻറ് പോസ്റ്റ് സാങ്ഷൻ ചെയ്താലേ അവർക്ക് ഗവൺമെൻറ് ശമ്പളം കിട്ടും. ഒടുവിൽ അവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം അതിൻ്റെ പിതാവിനെ വിളിച്ചിട്ട് AEO വിളിപ്പിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് യോഗ്യയാണെന്ന് ഉറപ്പാക്കിയിട്ട് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം കൊടുത്തു. 995 രൂപ പെർ ഡേ വർക്ക് ചെയ്യുന്ന ദിവസം. മുൻകാല പണിയെടുത്ത പഴയ കാലത്തിന് ഉൾപ്പെടെ ഒരു വർഷത്തെ 4 വർഷം അപ്പോഴും പോയി 1 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ എന്ന് പറഞ്ഞാൽ 12,000 രൂപ കിട്ടും പരമാവധി. അല്ല, ഒരു ദിവസം 995 രൂപ, 1000 രൂപ. അപ്പം വർക്ക് ചെയ്ത അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അവർ ഒപ്പിട്ട ദിവസം നോക്കി ഓരോ ദിവസത്തെയും 1,000-ഓളം രൂപ വീതം അവർക്ക് ശമ്പളമായി കിട്ടും. അത് അവരുടെ പേരൻസിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ ഓരോ 25 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് അല്ലേ, എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ 30-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു. അപ്പം 25-ാം വയസ്സിൽ ജോലി കയറിയിട്ട് ശമ്പളമൊന്നും കിട്ടാതെ, വിവാഹം പോലും നടക്കാതെ, അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തു നിന്ന് നമ്മുടെ റെട്ടൈപ്പിസത്തിൻ്റെ എല്ലാ ഗതികേടും അനുഭവിച്ചു. നമ്മുടെ AEO ഓഫീസിൽ, വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മൾ ഈ ഫയൽ നീക്കുന്നതിനെ പറ്റി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തെ പറ്റി ഒരു വലിയ ഗീർവാണം മുഴക്കി. 8-9 വർഷം ഫയലുകൾക്കുള്ളിൽ ഓരോ ഫയലിലും ഓരോ ജീവിതമാണ്. ആ ജീവിതം ഞാൻ കുഴിച്ചു മൂടും എന്നായിരിക്കും പറഞ്ഞത്. അതെ, ഉദ്യോഗസ്ഥന്മാരെ അവിടുത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിനെ അഡ്രസ്സ് ചെയ്യുമായിരുന്നു. അത് വിതുമ്പിപ്പോയല്ലോ അന്ന് പലരും ഇത് കേട്ട്. നമ്മുടെ എന്തൊരു കൺസേൺ ആണല്ലേ. കോവിഡ് കാലത്ത് ഉറുമ്പിന് ആഹാരം കൊടുക്കണമെന്ന് വരെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അപ്പോഴാണ് ഇപ്പോൾ പ്രേതത്തിന് നിയമന ഉത്തരവ് കൊണ്ടുകൊടുത്തത്. ഡെഡ് ബോഡിക്ക് മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ, 24 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവരുന്ന നിയമന ഉത്തരവ്. അത് സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യുന്നത് അപ്പോഴാണ് നോക്കുന്നത്. അതിന് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി ദിവസവേതനമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. അതെ,
ഇത് അന്ന് ഒരു 5 വർഷം മുമ്പോ അല്ലെ 2 മാസം മുമ്പോ ഇപ്പോഴും സ്ഥിര നിയമനം കൊടുക്കുന്നതിൻ്റെ ഒരു തടസ്സം പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഈ വികലാംഗർക്ക് വരുന്ന പോസ്റ്റിൽ ആദ്യത്തെ നിയമനം വികലാംഗർക്ക് കൊടുക്കണം. കാരണം അവരുടെ 3% റിസർവേഷൻ വർഷങ്ങളായി പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ട്. അതൊക്കെ നികത്തിയിട്ട് വേണം പുതിയ നിയമനമെന്ന്. അതിപ്പോൾ കോളേജുകൾക്കും ബാധകമാണ്. ഒരുപാട് കോളേജുകളിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് നോട്ടിഫൈ ചെയ്യും. നിയമനത്തിന് റാങ്ക് ആകുമ്പോൾ കോടതിയുടെ ഒരു ഉത്തരവുമായിട്ടൊരു വികലാംഗത്തിലും അയാൾക്ക് കൊടുക്കേണ്ടി. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് അല്ല, അവരെ സഹായിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അല്ല, ഇത് മുൻകാലങ്ങളിൽ യഥാസമയം അവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ല. അപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന ഒരുപാട് നിയമനങ്ങളിൽ വികലാംഗർക്ക് പ്രിഫറൻസ് കിട്ടണം. അവരുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കണം. അപ്പോൾ ഇത് അവരാരെങ്കിലും വരികയാണെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഇത് ദിവസവേതനത്തിനുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ ദിവസവേതനവും ഇല്ലാണ്ടാവും. ഇല്ല, അതില്ല, അവരെ എടുക്കണം. അങ്ങനെയാണ് അത് കോർട്ട് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു നിയമനം കിട്ടണമെങ്കിലും ആത്മഹത്യ ചെയ്യണം. അതാണ് നമ്മുടെ നാട്ടിലെ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ ആളുകളോ രാഷ്ട്രീയ പാർട്ടിയുടെ അതേ സമയം തന്നെ കേരളത്തിൽ 15,000 പുറംവാതിൽ നിയമനം നടന്നു കഴിഞ്ഞു. അവർക്കാർക്കും ശമ്പളത്തിനൊരു തടസ്സമില്ല. 15,000 അല്ല, ഈ കഴിഞ്ഞ വർഷം മാത്രമായിരിക്കാം. അല്ല, ഈ കഴിഞ്ഞ 10 വർഷത്തിലേക്ക് 15,000 ഒന്നുമല്ല. അല്ല, അത് ഒരു ഔദ്യോഗിക കണക്കാണ്. പുറംവാതിൽ നിയമനം നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം. പുറംവാതിൽ നിയമനം എത്ര നടന്നു അതുകൊണ്ടെന്ന് അഭിമാനത്തോടെ നിയമസഭയിൽ മറുപടി പുറംവാതിലൂടെ എന്ന് പറഞ്ഞാൽ PSC വഴിയല്ലാതെ താൽക്കാലിക നിയമനം എന്നാണല്ലോ ഇവർ വിളിക്കുന്ന ഓമന പേര്. അത് താൽക്കാലികമെന്ന് പറഞ്ഞാൽ പിന്നെ 3 മാസം തികച്ചുകൂടാ എന്നാണ്. പക്ഷേ ഇവർ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം അവർ 90 ദിവസത്തിൽ കൂടുതൽ ശമ്പളം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സ്ഥിരപ്പെട്ട നിയമനമാവണം. അത് കോടതി പിൻബലമുണ്ട്. ആ തരത്തിൽ അത് റാറ്റിഫൈ ചെയ്ത് പോകും. അങ്ങനെ ഒരുപാട് നിയമനങ്ങൾ 10,000 നിയമനം നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള അലീനമാരുടെ ദയനീയ കഥകൾ നമ്മൾ കേൾക്കാനിടയാകുന്നത്. ഏതായാലും നമ്മൾ ഈ നമ്പർ 1 കേരളം, സാക്ഷര കേരളം, എല്ലാ സാമൂഹ്യ സോഷ്യൽ വെൽഫെയർ സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന കേരളം എന്നൊക്കെ പറയുന്നിടത്ത് ഈ അലീനയുടെ മരണം ഒരു വാർത്ത പോലുമല്ല. അത് കണ്ട ആർക്കും ഒരു ഞെട്ടലും ഉണ്ടാവുന്നില്ല. ഇത് 100-1 അത് വളരെ സാധാരണമായിരിക്കുന്നു അല്ലേ? ഇത്തരം അനീതിയിൽ പ്രതിഷേധിച്ചൊന്നുമല്ല, ഗതികെട്ട് വേറൊരു മാർഗവുമില്ലാതെ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഒരു കണ്ണിൻ്റെ കോണിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലും ആവുന്നില്ല എന്നതിലേക്ക് നമ്മൾ വലിയൊരു മരവിപ്പിലേക്ക് മാറി. അല്ല, ഇവർ ആത്മഹത്യ ചെയ്ത മണ്ടിയാണ്, ജീവിക്കാൻ പഠിച്ച് എന്ന് പറയും, 100 അഭിപ്രായം പറയും, എന്തൊരു മണ്ടിയാണ്. പക്ഷേ ഒരു സ്ത്രീ ഒരു ജോലി ചെയ്ത് 25 വയസ്സുണ്ട്, ഇപ്പോൾ 30 വയസ്സായി. 30 വയസ്സായിട്ടും തൻ്റെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയുമ്പോൾ വേറെ വഴിയില്ല. അല്ലാത്തവർക്കൊക്കെ എന്തൊരു വണ്ടി, എന്തെല്ലാം അവസരങ്ങൾ ഉണ്ടാവുന്നു. ഈ അവസരങ്ങളൊന്നും ആരും കാണിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ ഈ നിയമനോത്തരവും കൈ വെച്ചുകൊണ്ട് ഇരുന്ന് കരയുന്ന ഞാൻ എൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന ഏതൊരു പത്രത്തിൽ, മനോരമയിലാണോ? അതെ, പല പത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ആ ഫോട്ടോ, ആ പെൺകുട്ടിയുടെ ചിത്രമിട്ട ഫോട്ടോയുടെ താഴെ ഇരുന്ന് അയാൾ കരയുന്ന ചിത്രം വന്നിട്ടുണ്ട്. ഏതായാലും കണ്ടു, സങ്കടകരമായ ഒരു വർത്തമാനമാണ് അത്. അത് നമ്മുടെ ഭരണാധികാരികൾ എത്രമാത്രം ക്രൂരവും കാലസ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ. ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഈ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് ആ കുട്ടിയുടെ പേരെന്താണ്? അലീനയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേരളത്തിലെ ഈ സിസ്റ്റം മുടിഞ്ഞ് പണ്ടാറടങ്ങി ഇവന്മാരുടെയൊക്കെ തലയിൽ ഇടിത്തി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഒട്ടും വൈകാതെ വീഴട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.